ടേസ്റ്റിയായ കടുക്ക ഫ്രൈ അഥവാ കല്ലുമ്മക്കായ ഫ്രൈ റെഡിയാണ്. ഏതായാലും ഒന്ന് കടുക്ക വാങ്ങാൻ വിചാരിച്ചു. കടുക്ക ചെറിയ കടുക്ക, ചെറുതിടണ്ട കേട്ടോ. നന്നായി കഴുകിയെടുക്കുക. വെറുതെ തോടോട് കൂടി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഇത് നേരെയാക്കി എടുക്കാം കേട്ടോ. ഈ കുറച്ച് കടുക്കയ്ക്ക് തന്നെ 150 റുപ്പീസാണ്. കുറച്ച് കൂടുതലാണ് കടുക്ക. ഇത് ചീനച്ചട്ടിയിലിട്ടതിന് ശേഷം ഒന്ന് വെറുതെ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ആ തോട് നടന്ന് വരും. അപ്പം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. കടുക്ക ഷെല്ലിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും. ഇനി നമുക്ക് എളുപ്പത്തിൽ നേരെയാക്കി എടുക്കാം. ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാം. നമുക്ക് കുറച്ച് ചൂടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം എടുക്കാം. എളുപ്പം വൃത്തിയാക്കുക. ഇവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ചിലവരിതൊന്നും കട്ട് ചെയ്ത് കളയാറില്ല. ഇങ്ങനെ പൊളിച്ചെടുത്തതിന് ശേഷം നന്നായി തണുത്തു. അതിന് ശേഷം ഇത് ഇങ്ങനെ ഈ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എല്ലാം നേരെയാക്കി എടുത്തു. ഇനി നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം. ഒരുപാട് നേരം വെള്ളത്തിലിട്ട് കഴുകരുത്. കുറച്ചൊന്ന് അതിൽ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒന്ന് കഴുകിയെടുക്കും. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഇതൊരു ഫ്രൈ ആണ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതിൽ തന്നെ ഒരു ഉപ്പ് രസം ഉണ്ടാവും. വളരെ കുറച്ച് ഉപ്പ്. വെളിച്ചെണ്ണ ചേർക്കുക. നന്നായി പരട്ടിയെടുക്കുക കൈ കൊണ്ട്. ഇടുക. ഇതിൽ കൂടുതൽ മസാലേൻ്റെ ഒരു ആവശ്യമില്ല. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാരിനേറ്റ് ചെയ്തിട്ട് വേഗം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്താ കളർ ഇതിൻ്റെ! സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അത് നന്നായി മുരിഞ്ഞ് വരട്ടെ. ഇതിൽ കൂടുതലായി ഒരു മസാലയും ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ടേസ്റ്റാണ്. മസാല ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി കടുക്ക ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ് ഇത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റിയായ കടുക്ക ഫ്രൈ അഥവാ കല്ലുമ്മക്കായ ഫ്രൈ റെഡിയായി.